ഇടുക്കിയിലെ സാഹസിക വിനോദ കേന്ദ്രങ്ങൾ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്ന അനുമതിയില്ലാതെയെന്ന് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ റിപ്പോർട്ട്. 25 കേന്ദ്രങ്ങളിൽ 4 എണ്ണത്തിന് മാത്രമാണ് അനുമതിയുള്ളത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് വേണ്ടി പ്രത്യേക സംഘത്തെ കളക്ടർ നിയോഗിച്ചു. മുഹമ്മദ് ആഷിഖ് വിവരവുമായി ചേരുന്നു. ആഷിഖ്, ഏത് സാഹചര്യത്തിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവുന്നത്? അജിംസ്, നമുക്കറിയാമല്ലോ, വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയായിരുന്നു. ആകാശവിരുന്നിൽ പങ്കെടുക്കാനായി കയറിയ ഒരു കുടുംബം ആകാശത്ത് കുടുങ്ങിപ്പോവുകയും വലിയ രക്ഷാപ്രവർത്തനം നടത്തി അവരെ പുറത്തെത്തിച്ചതുമൊക്കെ ഉള്ള ആനച്ചാലിൽ നിന്നുള്ള സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ്. അത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അനുമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തുന്നത്. ഏതാണ്ട് 25 സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലയിൽ 21 പ്രവർത്തിക്കുന്നത് അനുമതിയില്ലാതെയാണ്, നമുക്ക് വേണ്ടത്ര രേഖകളില്ലാതെയാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇതിന്റെ വിശദാംശങ്ങളുള്ളത്. ഇതേ തുടർന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഒരു പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്കും മറ്റന്വേഷണങ്ങൾക്കുമായി നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുക. വിവിധ വകുപ്പുകളിൽ നിന്നും 7 പേരടങ്ങുന്ന സംഘമായിരിക്കും ഇപ്പോൾ നിലവിൽ രൂപീകരിച്ചിട്ടുള്ളത്. ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല നിലവിൽ ജില്ലയിൽ പ്രവർത്തിപ്പിക്കുന്ന ഓരോ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പരിശോധിക്കുക, ഏതൊക്കെ രേഖകളാണ് അവർക്കില്ലാത്തത് എന്ന് കണ്ടെത്തുക, തുടർന്ന് അവർ പ്രവർത്തനം തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഈ പ്രത്യേക സംഘത്തിന്റെ ദൗത്യം. ഏതായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ടൂറിസം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി സാഹസിക വിനോദസഞ്ചാരങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിൽ പ്രത്യേകിച്ച് ഉണ്ടായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കണമെന്ന നിർദ്ദേശം നിരന്തരം ജില്ലാ ഭരണകൂടം നൽകിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലും അത് പാലിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നിരന്തരം ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ നിലയിൽ പരിശോധനയിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുകയും വലിയ വീഴ്ച ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും കൂടുതൽ കർശന നിയന്ത്രണത്തോടെയായിരിക്കും ഇനി ജില്ലയിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അനുമതിയില്ലാതെ എന്ന് പറയുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നു എന്നാണോ, അതല്ല ടൂറിസം വകുപ്പിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നതാണോ, ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നതാണോ? ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രത്യേകമായും പ്രവർത്തിപ്പിക്കുന്നതിന് വിവിധങ്ങളായ അനുമതികളുടെ ആവശ്യമുണ്ട്. ശരി ആഷിഖ്, ഒരു നിമിഷം. ഇപ്പോൾ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ ദിനേശ്, ഈ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട് താങ്കൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഇത് എത്രമാത്രം സുരക്ഷയ്ക്ക് ഭീഷണിയാണ്? ശ്രദ്ധയിൽപ്പെട്ടു. അത് നേരത്തെ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളിലും വാർത്തകൾ വന്നതാണ്. ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് സാഹസിക വിനോദ കേന്ദ്രങ്ങളുടെ കാര്യത്തില് സഞ്ചാരികളുടെ സുരക്ഷ എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ അനുമതി ഇല്ലാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നമ്മുടെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള അതിന്റെ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ അനുമതി കിട്ടിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തന്നെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കാനുണ്ട്. ഇത് രണ്ടും പരിശോധിക്കുന്ന ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ടീം ഉടനെ തന്നെ അതിന്റെ പരിശോധന പൂർത്തിയാക്കും. അതിന്റെ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം ഒരു അനുമതിയും വാങ്ങാതെ, അനുമതി എന്ന് പറഞ്ഞാൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് അനുമതി ആവശ്യമുണ്ട്. നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യമുണ്ട്, റവന്യൂ വകുപ്പ് എന്നുള്ള അനുമതി ആവശ്യമുണ്ട്. ചിലപ്പോൾ ഇത് അപകട സാധ്യതയുള്ള റെഡ് സോണിലോ അങ്ങനെയുള്ള മേഖലകളാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കാനുണ്ട്. അപ്പൊ ഈ പരിശോധന പൂർത്തിയായതിനു ശേഷം ഇതിനെല്ലാമെതിരെയുള്ള ചില നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഡോക്ടർ ദിനേശ്, ഒറ്റ കാര്യം കൂടി. ഇത് പഞ്ചായത്തുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന അനുമതി അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഞങ്ങളുടെ അനുമതി ഉണ്ടോ ഇല്ലയോ എന്ന് അവർ പരിശോധിക്കാറില്ല സാധാരണയായി. ഇതിൽ നടപടി എടുക്കേണ്ട വിഭാഗം ഏതാണ്? ടൂറിസം വകുപ്പാണോ? സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതേസമയം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെ അനുമതിയോ ഒക്കെ അല്ലെങ്കിൽ DTPCയുടെ അനുമതിയോടെ ഒക്കെ പ്രവർത്തിക്കുന്നവയാണെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റുകളും നടപടിയെടുക്കേണ്ടതായിട്ട് വരും. ഈ റിപ്പോർട്ട് സർക്കാരിലേക്ക് കൈമാറിയിട്ടുണ്ടോ? ഇല്ല, റിപ്പോർട്ട് ഈ കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം മാത്രമല്ലേ റിപ്പോർട്ട് കിട്ടുള്ളൂ. അതിന് കമ്മിറ്റിക്ക് 1 മാസം സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും അത് ഗവൺമെന്റിലേക്ക് കൊടുക്കും. അത് ശരി. നന്ദി കളക്ടർ ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. ആഷിഖിലേക്ക് വീണ്ടും. ആഷിഖ്, ഇത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ജോയിന്റ് ഡയറക്ടറാണ്. ഇതിപ്പോൾ കളക്ടറുടെ കയ്യിലാണോ ഉള്ളത്? തീർച്ചയായും നിലവിൽ ജില്ലാ കളക്ടറുടെ കയ്യിലാണുള്ളത്. ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് ഈ റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുള്ളത്.
പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ പ്രധാനമായും പരിശോധിച്ചിട്ടുള്ള ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ട്, അവയിൽ ഏതിനൊക്കെ പഞ്ചായത്തിന്റെ അനുമതി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിച്ചിട്ടുള്ളത്. അത് 25 പഞ്ചായത്തിന്റെ അനുമതി ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക്, സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് DTPCയുടെ അനുമതി ഉണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ രേഖകൾ വേണം ഓരോ തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും, പ്രത്യേകിച്ച് സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് വിവിധങ്ങളായ അനുമതികൾ നേടേണ്ട സാഹചര്യമുണ്ട്. അത് ഓരോ സ്ഥാപനങ്ങളെയും എടുത്ത് പരിശോധിച്ചുകൊണ്ട് ഏതൊക്കെയാണ് ഇല്ലാത്തത് എന്ന് കണ്ടെത്തുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുവാനുമാണ് ഇപ്പോൾ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. 25 കേന്ദ്രങ്ങളിൽ 4 എണ്ണത്തിന് മാത്രമാണ് അനുമതി ഉള്ളൂ, ബാക്കി 21 എണ്ണത്തിനും അനുമതിയില്ല എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് നടത്തിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിൽ സ്വകാര്യ നിക്ഷേപം ഈ കഴിഞ്ഞ കാലത്തായി വളരെ തോതിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ വ്യക്തികൾ ഇത്തരം സ്ഥാപനങ്ങൾ പുതുതായി ആരംഭിക്കുന്നു. അത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് രാഷ്ട്രീയ പിൻബലം കൂടി ഉണ്ട് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. കാരണം ഇത്തരം അനുമതിയില്ലാതെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടായത് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയോട് കൂടിയാണ് ഇത്തരം സ്വകാര്യ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. കൂടാതെ കൊള്ളലാഭം ഇത്തരം സ്ഥാപനങ്ങളിലൂടെ വിനോദസഞ്ചാരികളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അത്തരം ഇടുക്കി ജില്ലയുടെ ടൂറിസം മേഖലയെ ഗുരുതരമായി ഒരുപക്ഷെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. സുരക്ഷിതമായ ടൂറിസം സംവിധാനങ്ങൾ ഉറപ്പാക്കാതിരുന്നാൽ അത് ടൂറിസം മേഖലയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് വേണം ഈ ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് നിലവിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് അടക്കം ആവശ്യങ്ങളുണ്ടായിരിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സംഭവമാണ് ആനച്ചാലിലുണ്ടായ ആകാശവിരുന്നിൽ ആളുകൾ കുടുങ്ങിപ്പോയ സംഭവം. വലിയ ആശങ്ക ഉണ്ടാക്കിയ സംഭവമായിരുന്നു. ഏതാണ്ട് 150ഓളം അടി ഉയരത്തിൽ ഒരു കുടുംബം കുടുങ്ങിക്കിടക്കുന്ന സംഭവം ഉണ്ടായത്. ആ സ്ഥാപനത്തിനടക്കം ഇത്തരം അനുമതി ഇല്ല എന്നുള്ള കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്.